കഴിഞ്ഞ ദിവസം പൊടിപ്പാറയിലെ തിരുക്കുടുംബ ദേവാലയത്തിൽ വിഷ്ണു നാരായണൻ വന്നു. 31 വയസ്സാണ് പ്രായം. വൈദികനെ കണ്ട് അനുഗ്രഹം വാങ്ങിയ ശേഷം ആനവാതിക്കലിലേക്ക് നീങ്ങിയപ്പോൾ പള്ളിയിൽ പതിവിൽ കൂടുതൽ ആളുകളെത്തി. വിഷ്ണു അൾത്താരയിലേക്ക് നോക്കി പുറത്തുനിന്ന് കൈവീശി ഒരു കാൽ അൾത്താരയിലേക്ക് ഉയർത്തി. പിന്നീട് തിരികെ മടങ്ങി. ഈ സംഭവം അറിഞ്ഞും കേട്ടും പള്ളിയിലെത്തിയവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇങ്ങനെ ഒരു കാഴ്ച അവർക്കെല്ലാവർക്കും ഒരു പുതിയ അനുഭവം പകർന്നു കൊടുത്തു. കാര്യം ഇതാണ്, പൊടിപ്പാറയിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം. 31കാരനായ വിഷ്ണു നാരായണൻ, ഇളങ്കാവ് വിഷ്ണു നാരായണൻ തിരുക്കുടുംബക്കാരുടെ അനുഗ്രഹം വാങ്ങാൻ പള്ളിയിലേക്ക് വന്നു. ദേവാലയ മുറ്റത്തേക്ക് കയറുന്നതിന് മുൻപ് തന്നെ കാര്യമറിഞ്ഞ് പലരും ആ രംഗം ഒന്ന് കാണാൻ ദേവാലയത്തിലേക്ക് എത്തി. ഇളങ്കാവ് വിഷ്ണു നാരായണന് 31 വയസ്സാണ് പ്രായം. മതപ്പാട് കഴിഞ്ഞു. അസുഖങ്ങളില്ലാതെ മുന്നോട്ടിനിയും ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹം തേടി അവൻ എത്തിയത് പൊടിപ്പാറ തിരുക്കുടുംബ ദേവാലയത്തിലാണ്. ഇടവക വികാരി സോണി മുണ്ടുനിറക്കലച്ചനും ഒപ്പം ഇടവകക്കാരും വൈദികരുമൊക്കെ അവന്റെ വരവ് ആഘോഷമാക്കി. സോണിയച്ചൻ ആനയ്ക്ക് ആശീർവാദം നൽകി, ഹന്നാൻ വെള്ളം തളിച്ച് ആനയ്ക്ക് സ്നേഹസമ്മാനമായി ഏത്തപ്പഴങ്ങളും നൽകി. പൊടിപ്പാറ പള്ളിയിലേക്ക് ആദ്യമായി ഒരു ആന അനുഗ്രഹം വാങ്ങാൻ എത്തിയതിനെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ഡീക്കനച്ചൻ പറഞ്ഞത് ഇങ്ങനെയാണ്. വിശുദ്ധ അന്തോനീസിന്റെ ജീവിതത്തിലെ ഒരു സംഭവം ഇപ്രകാരമാണ്. വിശുദ്ധ അന്തോനീസിനെ പരീക്ഷിക്കാനായിട്ട് ഏതാനും ചില ആളുകൾ എത്തിച്ചേരുകയാണ്. പരിശുദ്ധ കുർബാനയിൽ ദൈവിക സാന്നിധ്യം ഉണ്ടോ എന്ന ഒരു ചോദ്യം ഈ അന്തോനീസ് പുണ്യാളിന് മുമ്പിൽ ഇവർ ഉന്നയിക്കുകയാണ്. ഏകദേശം 3 ദിവസങ്ങളോളം ഒരു കഴുതയെ പട്ടിണി കിട്ട ശേഷം ഇവരൊരു മരത്തിൽ കെട്ടിയിടുകയാണ്. അതിന് ഏകദേശം മുന്നിലായിട്ട് കുറച്ച് പച്ചയിലകൾ ഇവർ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധ കുർബാനയിൽ ദൈവിക സാന്നിധ്യം ഉണ്ടോ എന്നൊരു ബോധ്യം ഇവർക്ക് നൽകുന്നതിന് വേണ്ടി അന്തോനീസ് പുണ്യാളൻ ഈ ഒരു അവസരത്തിൽ തന്നെ ഈ കഴുതയ്ക്ക് മുന്നിലൂടെ പരിശുദ്ധ ദിവ്യകാരനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരികയാണ്. ഇത് കണ്ട മാത്രയിൽ തന്നെ കഴുത പുല്ലിന് നേരെയല്ല, മറിച്ച് ഈ ദിവ്യകാരന്റെ സാന്നിധ്യം കണ്ട് കുമ്പിട്ട് ആരാധിക്കുന്നതായിട്ട് ചരിത്രരേഖകളിൽ നാം കാണുന്നുണ്ട്. ഏകദേശം ഇതിന് സമാനമായ ഒരു സംഭവമാണ് ഇന്നലെ പൊടിപ്പാറ തിരുക്കുടുംബ ദേവാലയത്തിലും അരങ്ങേറിയത്. ബഹുമാനപ്പെട്ട സോണി മുണ്ടുനിറക്കലച്ചന്റെ പ്രാർത്ഥനാശീർവാദങ്ങൾ സ്വീകരിക്കുന്നതിനായിട്ട് ഇത്തിത്താനം ഇളങ്കാവ് വിഷ്ണു നാരായണൻ എന്ന ആനയാണ് ഇവിടെ എത്തിച്ചേർന്നത്. എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രാർത്ഥന അവസരങ്ങളിലെല്ലാം ഈ ആന വളരെ ശാന്തനായിരുന്നു. ഈ പ്രാർത്ഥനാശീർവാദങ്ങളെല്ലാം സ്വീകരിച്ച ശേഷം ഏറ്റവും ഒടുവിലായിട്ട് ഈ ആന ഏറ്റവും നടുവിലേക്ക് കയറി വന്ന ശേഷം കുമ്പിട്ട് സാഷ്ടാംഗം പ്രണമിക്കുന്നതായിട്ടും കാണാൻ സാധിച്ചു. നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ ഒരു പക്ഷേ മനുഷ്യന് മാത്രമേ ദൈവിക സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ചിന്ത ഉണ്ടായിരിക്കാം. എന്നാൽ മനുഷ്യന് മാത്രമല്ല, ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കും ദൈവിക സാന്നിധ്യം തിരിച്ചറിയാനും ദൈവത്തോട് നന്ദി പറയാനും സാധിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ഈ സംഭവത്തെ നമുക്ക് കാണാൻ സാധിക്കും. വന്നപ്പോഴും തിരികെ മടങ്ങുന്നതിന് മുൻപും ഇടയ്ക്കുമായി മറ്റൊരു കാര്യം കൂടി നടന്നു. ഇളങ്കാവ് വിഷ്ണുനാരായണൻ അൾത്താരയ്ക്ക് അഭിമുഖമായി ആനവാതിലിന് മുന്നിലായി നിന്ന് തുമ്പിക്കൈ വീശിക്കൊണ്ട് ഒരു കാൽ പൊക്കി ദിവ്യകാരൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. പിന്നെ യാത്രയായി. ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. നേരിൽ കണ്ടവർക്കും അത് വീഡിയോ രൂപത്തിൽ പിന്നീട് കണ്ടവർക്കും അതൊരു ദൈവാനുഭവമായി മാറി. ഇതൊന്നും രണ്ടുമല്ല, 3 തവണ നടന്നു. സങ്കീർത്തനങ്ങൾ 145 അധ്യായം 21 വാക്യം, എന്റെ വായ് കർത്താവിന്റെ സ്തുതികൾ പാടും, എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധനാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ.